നമസ്തേ. ഇന്ന് ക്ഷമാപണ മന്ത്രമാണ് പറയുന്നത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ ദിവസേന നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ കർമ്മങ്ങൾക്കും ഫലവുമുണ്ട്. നല്ല കർമ്മങ്ങൾക്ക് പുണ്യവും തെറ്റായ കർമ്മങ്ങൾക്ക് പാപവും. ഇതാണ് നമ്മൾ പൊതുവേ അറിഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാ കർമ്മങ്ങൾക്കും പാപവും പുണ്യവും ഉണ്ട് എന്നാണ്. നമ്മുടെ ചിന്തകൾ പോലും കർമ്മങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കർമ്മങ്ങളുടെ പാപഫലങ്ങളും പുണ്യഫലങ്ങളും ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്കാമമായി ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക. അങ്ങനെ കർമ്മങ്ങളെല്ലാം നിഷ്കാമ കർമ്മങ്ങളാക്കാൻ കഴിയുന്ന ഒരു മന്ത്രമുണ്ട്. അതാണ് ഇന്ന് പറയുന്നത്. കായേന വാച മനസേന്ദ്രിയാർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. നമ്മൾ എല്ലാ ദിവസങ്ങളിലും നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുമ്പോൾ തെറ്റ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ക്ഷമാപണ മന്ത്രമാണിത്. കായം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റായ കർമ്മങ്ങൾക്കും അതിൻ്റെ പാപഫലങ്ങൾക്കും ഇനിയിപ്പോൾ പുണ്യഫലമാണോ അതും ആയിക്കോട്ടെ, എല്ലാം ആ പരമാത്മാവിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. എന്ത് കർമ്മങ്ങളായാലും അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇത് നിങ്ങളുടെ വിനയത്തെയും ഈശ്വരനോടുള്ള കൃതജ്ഞതയുമാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഈ മന്ത്രം ചൊല്ലാനുള്ള മനസ്സ് ഭഗവാൻ തരട്ടെ. ഹരേ